ഇരുന്നാൽ നമസ്കരിക്കേണ്ടി വന്നാലോ എന്ന് ഇരിച്ചിട്ടാ കൂടെ ഉള്ളതിനെയും പിടിച്ചിട്ടാ പോണത്. ആഹാ, ക്രാങ്ങളെങ്ങാനും നേരെയായാലോ എന്ന് ഇരിച്ച് വിളിച്ച് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. നമസ്കാരത്തിന് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാ ഇപ്പം അധികം അങ്ങനെയാണ് കേട്ടോ. വീഴുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മലന്നിട്ടേ വീഴുള്ളൂ. കമന്നാ നമസ്കാരം ആയെങ്കിലും ഒന്ന് ഇരിച്ചിട്ട് വിരൽ കടിക്കരുത്. നമസ്കാരത്തിന് ഭാവമുണ്ടെങ്കിൽ ഇപ്പോഴാവാം. ബ്രാഹ്മണര് ഉത്സാഹമായിട്ട് നമസ്കരിക്കാനുള്ള പുറപ്പാടായി. എടോ, സുന്ദര ബ്രാഹ്മണന് നേരെയായിട്ട് വരാൻ ഒരു 1008 വേണം തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാധാരണക്കാരുടെ പോലെയല്ല. ബ്രാഹ്മണരെ നമസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 3, 8, 12, 36, 108, 1008 അങ്ങനെയൊക്കെ അവരുടെ കണക്ക്. സുന്ദര ബ്രാഹ്മണൻ നേരെയായിട്ട് വരാൻ ഒരു 1008 വേണം തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 1, 2, 3 ബ്രാഹ്മണര് കേമായിട്ട് വലിച്ചു നീട്ടിങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി. അർജുനൻ കുറച്ചു നേരമൊക്കെ കാത്തുന്നു. ഇനി അമാന്തിക്കില്ല തീർച്ചയാക്കി. കാരണം എന്താ, വില്ലെടുക്കാൻ പുറപ്പെട്ടിട്ട് നേരശ്യായിട്ടുണ്ട്. ഇവരുടെ നമസ്കാരം കഴിഞ്ഞിട്ട് വില്ലെടുക്കലുണ്ടാവില്ല. മുഴുവൻ കഴിയാനൊന്നും കാത്തുന്നില്ല. നേരെ വില്ലിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഇടത്തെ കൈകൊണ്ട് കോദണ്ഡം ആദ്യായ ഇടത്തെ കൈകൊണ്ട് ആ വില്ലങ്ങോട്ട് എടുത്തു. ഇത് ബ്രാഹ്മണര് പ്രതീക്ഷിച്ചിട്ടില്ല. എടോ, സുന്ദര ബ്രാഹ്മണൻ വില്ലെടുത്തു, സുന്ദര ബ്രാഹ്മണൻ വില്ലെടുത്തു. ബ്രാഹ്മണർക്കൊക്കെ അത്യധികം സന്തോഷമായി. അർജുനനായി ഇടത്തെ കൈകൊണ്ട് എടുത്ത് ആ വില്ല് കൊടുത്തു. മേപ്പെട്ടൊരേറ്. സുന്ദര ബ്രാഹ്മണ, താൻ എന്തായി കാണിക്കണത്? ആ വലിയ വില്ല് വന്നു വീണ് ഞങ്ങളുടെ കഷണ്ടി പൊളഞ്ഞ് ഞങ്ങളൊക്കെ സിദ്ധി കൂടുമല്ലോ. താൻ എന്തായി കാണിക്കണത്? ബ്രാഹ്മണര് ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. നോക്കേ, ആ കൈയെടുത്ത തലയിൽ വെച്ചോ. സുന്ദര ബ്രാഹ്മണൻ വില്ല് മേപ്പെട്ട് എറിഞ്ഞിട്ടുണ്ട്. കഷ്ടേ കഷ്ടം. തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് ഇരുന്ന സ്ഥലത്തൊന്നും അനങ്ങും കൂടി ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരേ ഉയരം. ആ വില്ലങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ 5 എണ്ണവും ഒരുമിച്ച് ചതഞ്ഞരഞ്ഞ് സിദ്ധു കൂടുമല്ലോ. ഒരു കാര്യം ചെയ്യാം, കയ്യിലിരിക്കുന്ന സാധനം ഈ വിദ്വാൻ്റെ തലയിൽ വെച്ചോ. അതമ്മ തടഞ്ഞ് വില്ല് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും മുഖം മറച്ചിരുന്നോണ്ടൊന്നും കാര്യമില്ല. വില്ല് വന്ന് വീണ് കഴിഞ്ഞാൽ മുഖം തന്നെ മനസ്സിലാവാത്ത അവസ്ഥയാവും. നിരത്തിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. വില്ല് വന്ന് വീണ നേരെ തലയിൽ കൈയെടുത്ത് തലയിൽ വയ്ക്ക. അനുസരണയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. കഷ്ടം. ബ്രാഹ്മണരെ തുടങ്ങിയിൽ ഉറക്കം നിലവിളിക്കാൻ. അർജുനന് കൂസലൊന്നും ഉണ്ടായില്ല. താഴത്തേക്ക് വരണമില്ല വലത്തെ കയ്യിലിങ്ങോട്ട് വാങ്ങി. ഉദഞ്ചയൻ പഞ്ചസവാരം ഏനം 5-6 പ്രാവശ്യം കളിയായിട്ട് ആ വില്ലിങ്ങനെ എറിഞ്ഞു പിടിക്കാണ്ടായത് അഭ്യാസികളുടെ ഒരു ലക്ഷണ. ആയുധം കയ്യിൽ കിട്ടിയ അതുകൊണ്ട് ചില കളികളൊക്കെ അങ്ങനെ കളിക്കുക. അങ്ങനെ ആ വലുതായിട്ടുള്ള വില്ല് അർജുനൻ ആ ഇടത്തെ കൈകൊണ്ട് എടുത്ത് ഉയർത്തി 5-6 പ്രാവശ്യം കളിയായിട്ട് മേൽപ്പെട്ടെറിഞ്ഞ് പിടിച്ചു. അതിനുശേഷം ആ വലുതായിട്ടുള്ള വില്ല് കടകുത്തി തല വളച്ച് ആരോപയാമാസ ഞാൻ കൂട്ടിക്കെട്ടി. ഇതെങ്ങനെയാണ് അർജുനൻ ചെയ്തത്? വളരെ ഞെരുങ്ങി ക്ലേശിച്ച് ബുദ്ധിമുട്ടിയിട്ടാണോ? അതല്ല. പിന്നെയോ സലീലം, വളരെ ലാഘവത്തോടു കൂടി ഒരു പ്രയാസവും കൂടാതെ കണ്ടാണ് അർജുനൻ ആ വലുതായിട്ടുള്ള വില്ല് കടകുത്തി തല വളച്ച് ഞാൻ കൂട്ടിക്കെട്ടിയത്. അതിനുശേഷം ആ വലുതായി വില്ല് എടുത്തു പിടിച്ച് ആ ലക്ഷ്യം സാധിക്കാനുള്ള ഉത്സാഹത്തോടു കൂടി ആ അസ്ത്രങ്ങളൊക്കെ എടുത്ത് വില്ലിൽ ചേർത്ത് പിടിച്ച് ചെവിക്കറ്റം ഞാനും വലിച്ചു പിടിച്ച് അവിടെ അങ്ങനെ നിന്നു. ആ വില്ലിൽ ചേർത്ത് പിടിച്ച അസ്ത്രങ്ങളുമായിട്ട് അർജുനൻ അവിടെ നിൽക്കുന്നതും കണ്ടു, ലക്ഷ്യം താഴത്ത് കിടക്കുന്നതും കണ്ടു. ഇതിനിടയ്ക്ക് എപ്പോഴാണ് അർജുനൻ്റെ കയ്യിൽ നിന്ന് അസ്ത്രങ്ങൾ പുറപ്പെട്ടതെന്നോ ലക്ഷ്യത്തിൽ കൊണ്ടതെന്നോ ഒന്നും ആരും കാണണ്ടായില്ല. വില്ലിൽ ചേർത്ത് പിടിച്ച അസ്ത്രങ്ങളുമായിട്ട് അർജുനൻ അവിടെ നിൽക്കുന്നതും കണ്ടു, ലക്ഷ്യം താഴത്ത് കിടക്കുന്നതും കണ്ടു. അതോടുകൂടി ആ ബ്രാഹ്മണരുടെ ശ്രദ്ധ മുഴുവൻ ആ പക്ഷിസ്വരൂപത്തുമേ അർജുനനെ യാതൊരു ശ്രദ്ധയില്ലാണ്ടേ. ഈ സമയത്ത് അർജുനൻ്റെ അവസ്ഥ എന്താ? ലക്ഷ്യം സാധിച്ചതിന് ശേഷം പാഞ്ചാലി വരണമാല്യം തൻ്റെ കഴുത്തിലണിയിച്ച് തന്നെ ഭർത്താവായിട്ട് വരിക്കുന്ന മുഹൂർത്തത്തെയും പ്രതീക്ഷിച്ച് അവിടെ അങ്ങനെ നിന്നു. ഈ സമയത്ത് പാഞ്ചാലിയുടെ അവസ്ഥയോ? പാഞ്ചാലിക്കും അതെ, വരണമാല്യം അർജുനൻ്റെ കഴുത്തിലണിയിച്ച് അദ്ദേഹത്തെ ഭർത്താവായിട്ട് വരിക്കണമെന്ന് നന്ന മോഹമുണ്ട്. പക്ഷേ ഒരടി അങ്ങോട്ട് മുമ്പിലേക്ക് വെക്കാൻ വയ്യ. തോഴിമാര് തള്ളി തള്ളി 4 അടി മുമ്പിലേക്കാക്കും. ലജ്ജ കാരണം പാഞ്ചാലി 8 അടി പിന്നിലേക്ക് പോരും. ഇങ്ങനെ കുറച്ചു നേരം ഉണ്ടായി. ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ മാല കൊണ്ട് കഴുത്തിലിട്ട് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ. വിവാഹ
വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണതും അങ്ങനെ തന്നെയാണെന്ന് നോക്കിയാൽ മാല കൊണ്ട് കഴുത്തിലിട്ട് വലിച്ചങ്ങോട്ട് കൊണ്ടുപോവുക. പിന്നെയോ ഒരു ലജ്ജ നടിക്കലുണ്ട് വിവാഹത്തിൻ്റെ സമയത്ത്. ലജ്ജ ഉണ്ടായിട്ടൊന്നുമല്ല, ആളുകൾ കാണാൻ വേണ്ടി ആ വരണമാലിയൊക്കെ കയ്യിൽ പിടിച്ച് ആ തലയൊക്കെ താത്തി ഭൂമിയിൽ കാലോണ്ടൊക്കെ വരച്ച് ഒരു ലജ്ജ നടിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുലകന്യകമാർക്ക് ഭൂഷണമായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ലജ്ജ കാരണം പാഞ്ചാലിക്ക് ഒരു അടിയും കിട്ട് മുമ്പിലേക്ക് വെക്കാൻ വയ്യ. തോഴിമാര് ചെല്ലൂ പാഞ്ചാലി ചെല്ലൂ, ആ സുന്ദര ബ്രാഹ്മണൻ നിന്റെ വരണമാല്യം പ്രതീക്ഷിച്ചു നിൽക്കണു, ചെല്ലൂ ചെല്ലൂ എന്ന് പറഞ്ഞ് ആ തോഴിമാര് പാഞ്ചാലിയെ തള്ളി 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 അർജുനന്റെ മുമ്പിൽ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. പാഞ്ചാലി കയ്യിലിരുന്ന ആ വരണമാല്യം അർജുനന്റെ കഴുത്തിലണിയിച്ച് അദ്ദേഹത്തെ ഭർത്താവായിട്ട് വരികയും ചെയ്തു. ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ആ വിദ്വാൻ പോലെ കഴിഞ്ഞു കേട്ടോ. എത്ര നേരം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അർജുനൻ വില്ലെടുക്കണ കണ്ടപ്പോഴും അപകടമാവുമോ നിരീച്ചു, എന്നാലും ലക്ഷ്യം സാധിക്കാൻ പറ്റിയില്ലെങ്കിലോ നിരീച്ചിരിക്കുകയായിരുന്നു. വരണമാല്യം അണിയിക്കണ കണ്ടോടുകൂടി ഇനി അമാന്തിച്ചിട്ട് കാര്യമില്ല, ആ വിദ്വാൻ പോലെ പോയി എന്ന് പറയാൻ പറ്റില്ല, വിളിച്ച് പറയാന്നാ തോന്നണത് കേട്ടോ. ഇനി ആരെങ്കിലും വരാണ്ടെങ്കിൽ വരേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ കഴിയൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ സംശയിക്കേണ്ടത് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മാത്രമേ നോക്കാറുള്ളൂ. വിളിച്ച് പറയാനും തുടങ്ങിയിട്ടുണ്ട്. പാഞ്ചാലി വരണമാല്യം അർജുനന്റെ കഴുത്തിലങ്ങോട്ട് അണിയിച്ചപ്പോൾ ആളുകൾക്കൊക്കെ എന്താ തോന്നിയത്? ചേരണ്ട പോലെ ചേർന്നു എന്നാ. അതിസുന്ദരനായിട്ടുള്ള ബ്രാഹ്മണ യുവാവ്, അതിസുന്ദരിയായിട്ടുള്ള പാഞ്ചാലി, ആ വരണമാല്യാണെങ്കിലോ അധികമായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. ചേരണ്ട പോലെ ചേർന്നു എന്നാ തോന്നിയത്. അർജുനനാണെങ്കിൽ തന്നെ ഇത്ര ചേർച്ച ഉണ്ടാവുമോ എന്ന് സംശയം. കാരണം എന്താ? അർജുനനാണെന്ന് അറിഞ്ഞിട്ടല്ല, ഏതോ ഒരു സുന്ദര ബ്രാഹ്മണൻ, അത്രയും നിരീക്ഷിച്ചിട്ടുള്ളൂ. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അത്യധികം സന്തോഷമായി. ആ ദ്രുപദ മഹാരാജാവിന്, ദൃഷ്ടദ്യുമ്നന്, ആ പാണ്ഡവന്മാർക്ക് എല്ലാവർക്കും അത്യധികം സന്തോഷമാവുകയുണ്ടായത്. ഭഗവാൻ കൃഷ്ണനും സന്തോഷമായി എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം അവിടെ വന്ന തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുല്ലോ. അർജുനനെ കൊണ്ട് പാഞ്ചാലിയെ വിവാഹം കഴിപ്പിക്കണം നിരീക്ഷിച്ചിട്ടാണ് ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളുണ്ടായത്. തൻ്റെ ആഗമനോദ്ദേശം നിറവേറിയതിൽ ഭഗവാൻ കൃഷ്ണനും അത്യധികം സന്തോഷമായി. ആ പുരവാസികൾക്കും അതെ, തങ്ങളുടെ രാജകുമാരിയുടെ വിവാഹം നടന്നതിൽ പുരവാസികൾക്കും അത്യധികം സന്തോഷമായി. അങ്ങനെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ സന്തോഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട് മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ പാഞ്ചാലിയെ പാണിഗ്രഹണം ചെയ്ത് ആയവിടെ വർത്തിക്കുകയും ചെയ്തു. ഈ സമയം യാതൊരു ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനോ തൻ്റെ പരമഭക്തയായിട്ടുള്ള പാഞ്ചാലിയെ നന്നേ ഇഷ്ടനായിട്ടുള്ള അർജുനൻ പാണിഗ്രഹണം ചെയ്ത ശുഭമുഹൂർത്തത്തിങ്കൽ ഭക്തന്മാരെ അനുഗ്രഹിച്ച് ആയവിടെ വർത്തിക്കുകയും ചെയ്തു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ